നമസ്കാരം. നമസ്കാരം. അടുത്തൊരു തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിലേറിയപ്പോൾ ഒരു ജനപ്രീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന് അത്രയധികം ഒരു ജനപ്രീതി നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ മൂന്നാം പിണറായി സർക്കാരിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ടോ? ഈ മൂന്നാം പിണറായി സർക്കാരിനുള്ള സാഹചര്യം CPM കാണുന്നുണ്ട്. അതാണ് ഈ അവരുടെ പാർട്ടി നേതാക്കളല്ല, സ്വാഭാവികമായിട്ടും എപ്പോഴും ഭരണത്തിലിരിക്കുന്നവർ വീണ്ടും തുടർ ഭരണത്തിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അതിന് ചില അടിസ്ഥാനപരമായിട്ട് ചില കാരണങ്ങൾ അവർ തന്നെ പറയുന്നത് നമുക്ക് ഊഹിച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതായത് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും എല്ലാം CPM-നെ അകമഴിഞ്ഞും അടിയൊഴുക്കിലും എല്ലാ തരത്തിലും CPM-നെ സഹായിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായമാണ്. അപ്പോൾ അന്ന് നമ്മളൊരു കാര്യം ആലോചിക്കണം. പിണറായി വിജയൻ അധികാരത്തിലേറുന്ന 2016-ലും തുടർന്നുള്ള ഭരണകാലഘട്ടങ്ങളിലെല്ലാം, രണ്ടാം സർക്കാർ വന്ന കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു മുസ്ലിം തീവ്ര സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമുള്ള ഒരു സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയാണ് SDPI. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ പോപ്പുലർ ഫ്രണ്ടും SDPIയും സജീവമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ CPM-ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രക്ഷകർ തങ്ങളാണെന്ന് വരുത്തി തീർത്ത്, അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് വഴി, അതായത് CPM-നകത്ത് നുഴഞ്ഞു കയറിയ പോപ്പുലർ ഫ്രണ്ടുകാരെയും SDPIക്കാരെയും എല്ലാം ഉപയോഗിച്ച് വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ ആ സമുദായത്തിനകത്ത് സംഘടിപ്പിക്കാൻ, അവർക്ക് പ്രചരിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞു. അത് നമുക്കെല്ലാം അതിന് ഉള്ളൊരു പ്രത്യക്ഷമായ തെളിവാണ്. കോഴിക്കോട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു പ്രസ്താവനയിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPM-നകത്ത് ഈ മുസ്ലിം തീവ്ര ചിന്താഗതിയുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് പരോക്ഷമായി പറയാതെ തന്നെ അദ്ദേഹം അത് അന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പാർട്ടി അവരുടെ എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് ഈ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIക്കാരെയും തഴച്ചു വളരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാക്കിക്കൊടുത്തു. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട്, നിർണായകമായ വോട്ട്, നമുക്ക് ചെറിയ വോട്ട് ബാങ്ക് അല്ല അന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെടുത്താലും ഒരു 2000 വോട്ട് സംഭാവന ചെയ്യാൻ അന്ന് ഈ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2000 വോട്ട് ഒരു പഞ്ചായത്തിൽ, ഒരു 2000 വോട്ടെന്ന് പറയുമ്പോൾ 7 പഞ്ചായത്ത് മിനിമം വരും ഒരു നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ 14,000 വോട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ നിഷ്പ്രയാസം മറിക്കാൻ ഈ പോപ്പുലർ ഫ്രണ്ടിന് കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ CPM പരമാവധി ചൂഷണം ചെയ്ത് അന്ന് അധികാരത്തിലേറുകയാണ് ഉണ്ടായത്. അപ്പം യഥാർത്ഥത്തിൽ അന്ന് CPM-നെ ഈ ഇത്തരത്തിലുള്ള തീവ്ര സംഘടനകൾ ഹൈജാക്ക് ചെയ്തിരുന്നു എന്ന് വേണം പറയാം. യഥാർത്ഥത്തിൽ അന്ന് CPM-ൻ്റെ സൈബർ ഇടങ്ങളിലുള്ള എല്ലാം ഒരു CPM-നെതിരെ എന്തെങ്കിലും ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈബർ അറ്റാക്കിന് എതിരെ CPM-നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരുന്ന എല്ലാം ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിയുള്ള മുസ്ലിം സംഘടനകളിൽപ്പെട്ടവരായിരുന്നു. ഇടതുപക്ഷക്കാരെക്കാട്ടിലും വലിയ ഇടതുപക്ഷ പ്രവർത്തകരായി തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന് ഈ സൈബർ ഇടങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയൊക്കെ സാന്നിധ്യം. പക്ഷേ ഇപ്പോഴും നമ്മളത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ അവരുടെ നയം തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത അവരുടെ കരട് പ്രമേയത്തെ സംബന്ധിച്ചൊരു ചർച്ച ഇപ്പം കേരളത്തിലെമ്പാടും സജീവമായിട്ട്, ദേശീയ തലത്തിൽ തന്നെ അത് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫാസിസം ഇല്ല എന്നാണ് CPM പറയുന്നത്. അവരുടെ കരട് പ്രമേയത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഫാസിസം ഇല്ല എന്ന് അവരിപ്പോൾ ഉറപ്പിച്ച് അങ്ങനെ നിരന്തരം അതായത് ഇലക്ഷന്, താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. ഇനി ഇലക്ഷന് 1 വർഷം സമയമുണ്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ഒരു വലിയ ക്യാമ്പയിൻ നടത്തി നേരത്തെ പറഞ്ഞതിൻ്റെ വിപരീതമായിട്ട് ഒരു CPM-ന് അറിയാം, CPM-ന് ഒരു വലിയ ജനപിന്തുണ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി CPM-ൽ നിന്ന് അകന്നു കഴിഞ്ഞു. അടുത്ത കാലത്ത് ഈ അൻവറുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മലബാർ മേഖലയിൽ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കുഴപ്പമൊന്നും തോന്നില്ല. ഭരണം ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ CPM-ന് വലിയ രീതിയിൽ മുസ്ലിം യുവാക്കളുടെ ഇടയിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം CPM-നെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ഭരണമുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും ഭരണം വരുമെന്ന് പറയേണ്ടത് അവരുടെ ഒരു കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ നിരന്തരം ഇത് ഈ പ്രസ്താവനകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. കാര്യം
ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞ് നിരന്തരം പ്രചരിപ്പിക്കുമ്പോൾ പിന്നെ ഒരു കള്ളം 100 വട്ടം പ്രചരിപ്പിക്കുമ്പോൾ അത് പിന്നീട് യാഥാർത്ഥ്യമാവും അല്ലെങ്കിൽ സത്യമാവും എന്നുള്ള ഗീബൽസിയൻ തന്ത്രമാണ് ഇപ്പോൾ CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPMൻ്റെ ഒരു ഉൾഭയം കൊണ്ടാണ് അവർ നിരന്തരം മൂന്നാമതും ഈ സർക്കാർ അധികാരത്തിൽ വരും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അപൂർണമായി പോകും. അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി CPMൽ നിന്ന് അകന്നു പോകുമ്പോൾ അതേസമയം ഒരു മൃദു ഹിന്ദുത്വം സ്വീകരിച്ചാൽ ഒരുപക്ഷെ പിന്നെ SNDP പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വോട്ട് മടക്കി കൊണ്ടുവരാം. കാര്യം BDJS വലിയ തോതിലുള്ള വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിക്കുകയും അത് CPMന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം BDJS വോട്ടിനെ, അതായത് BDJSനകത്ത് ഹിന്ദുത്വ താല്പര്യമുള്ള വലിയൊരു വിഭാഗം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ CPM പാളയത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കണം. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിലുള്ള മോദി സർക്കാരിനെ പ്രകീർത്തിച്ചാൽ മാത്രമേ, മോദിയാണല്ലോ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ RSSും BJPയും സംഘപരിവാർ സംഘടനകളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ഭൂപടത്തിൽ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ നരേന്ദ്രമോദി സർക്കാരിനെ ഒരു വെള്ളപൂശിക്കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ഇനി സമയം കിടപ്പുണ്ട്. ക്രമേണ ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും, ഒരു കോൺഗ്രസ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ഉണ്ടാകുമെന്ന് ഒരു പ്രചരണം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ടാണ് ഇപ്പോൾ CPM ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ CPM വലിയൊരു തന്ത്രം ഇറക്കി. അതായത് ഒരു CPM ഒരു ചെറിയ പ്രചരണം അഴിച്ചുവിട്ടു, കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ BJPക്കാർ പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ അതിൻ്റെ പുറകെ പോയി. അതായത് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ ഉണ്ടാകാൻ പോകുന്ന അത് BJPക്കും അല്ലെങ്കിൽ സംഘപരിവാറിനൊക്കെ ഉണ്ടാകാൻ പോകുന്നൊരു ക്ഷീണം എത്രത്തോളമാണെന്ന് CPMന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രചരണം കൊടുത്തു, കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും. ഇങ്ങനെ ഒരു പ്രചരണം വന്നതോടെ ഈ ഭയങ്കര തീവ്രമായി ചിന്തിക്കുന്ന ഈ ഹൈന്ദവ സംഘടനയിലുള്ള ഒരു വലിയ വിഭാഗം ഉണ്ടല്ലോ, ഈ വിഭാഗത്തിലുള്ളവർ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആകുന്നതിനെക്കാട്ടിലും നല്ലത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായി വന്നാൽ എന്തൊക്കെ സംഭവിക്കും, അതിനെക്കാട്ടിലും പിണറായി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്തസ്സോടുകൂടി പറയാം, ഒന്നുമില്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു ആണല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാവുന്നല്ലോ വിചാരിച്ചിട്ട് BJPക്കാർ പോലും ആ സമയത്ത് BJPയിലുള്ള ഒരു ചെറിയ വിഭാഗം, BJP അല്ല, ഈ ഹൈന്ദവ ചിന്താഗതിയുള്ള, അത് BJP ആണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല, തീവ്ര ഹൈന്ദവ ചിന്താഗതിയുള്ള ഒരു വിഭാഗം ആൾക്കാർ പിണറായിക്ക് വോട്ട് ചെയ്ത ഒരു ചരിത്രവും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ ഈ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ CPMൻ്റെ ഈ പുതിയൊരു കരട് പ്രമേയത്തിൽ കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് CPM നിരന്തരം ഇങ്ങനെ, അതായത് ഒരു ചർച്ച ഇങ്ങനെ മുഴുമിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് അന്തരീക്ഷത്തിലത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് സർക്കാരല്ല. അതിൻ്റെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ചാനലുകളുടെ സ്റ്റുഡിയോകളിലെല്ലാം കയറി ഇറങ്ങി അദ്ദേഹം അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ അഭിമുഖത്തിൻ്റെ പിന്നിൽ വലിയ ചില അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവതാരകൻ ചോദിക്കും, ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം MB ഗോവിന്ദൻ പറയുന്നത് അത് നിങ്ങളുടെ അഭിപ്രായമാണ്, ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇരുന്ന് ചർച്ച നടത്തുന്നത്, അതിനുള്ള അവസരം നമുക്ക് കിട്ടുമോ? അപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? ഞങ്ങളൊരിക്കലും അങ്ങനെ ഒരു ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്ന തരത്തിലായിരുന്നു ഗോവിന്ദ മാഷിൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മറ്റൊരു പ്രമുഖ ചാനലിന് അദ്ദേഹം അഭിമുഖം കൊടുത്തു. അപ്പോൾ അദ്ദേഹം അവതാരകനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഫാസിസ്റ്റ് സർക്കാരാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ AKG സെൻറ്റർ അവിടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്.
അപ്പം ഇത് ഇങ്ങനെ ഒരു മോദി സർക്കാരിനെ, അല്ലെങ്കിൽ മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരല്ലെന്നും തങ്ങൾക്ക് വലിയ പിന്തുണയുള്ള ഒരു സർക്കാരാണെന്നും ഈ BJPക്കാരുടെ ഇടയിൽ പോലും, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ പോലും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളുമായിട്ടാണ് ഇപ്പോൾ CPM മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ CPMന് വലിയൊരു പ്രതീക്ഷയുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു 80% CPMൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഒന്ന്, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അറസ്റ്റ് 2022 സെപ്റ്റംബർ 22-നാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നേതാക്കളെല്ലാം ഏകദേശം 22ഓളം നേതാക്കളായ എല്ലാം 22 2022 സെപ്റ്റംബർ 22 നേതാക്കൾ. അങ്ങനെ ഒരു പാറ്റേണിൽ ഈ SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെല്ലാം അന്ന് അറസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ അറസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിലെ സർക്കാരിന് അറിയാമായിരുന്നു. കേന്ദ്രത്തിന് കേരള സർക്കാരിൻ്റെ അകമഴിഞ്ഞ സഹായം ഉണ്ടായതുകൊണ്ടാണ് അന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒരു CPMഉം കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു നല്ല ബന്ധം, ദൃഢമായ ബന്ധമുണ്ടെന്നുള്ളത് വൈകിയാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അറസ്റ്റോടുകൂടി വലിയൊരു വിഭാഗം, അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അവർക്ക് 10,000-കണക്കിന് അണികളുണ്ട് കേരളത്തിൽ. ഈ അണികളെല്ലാം ആവിയൊന്നും ആയിപ്പോയിട്ടില്ല. അവരെല്ലാം പല രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി. അവർ കുറേ പേര് മുസ്ലിം ലീഗിൽ ചേക്കേറി, കുറച്ച് പേര് കോൺഗ്രസ്സിലേക്ക് വന്നു, മറ്റു ചിലർ വേറെ ചില രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയി. അങ്ങനെ എല്ലാ പാർട്ടികളിലും അവർ നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഈ ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ വലതുപക്ഷത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പാടെ പോയതുകൊണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് നിരന്തരം അവർ ഈ ആണയിടും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചില നീക്കുപോക്കുകൾ ഒരു പക്ഷേ എങ്കിൽ BDJസിനെയൊക്കെ ഒപ്പം നിർത്തി, ഈ ഹിന്ദുത്വ അജണ്ട പറഞ്ഞ് BDJസിനെ ഒപ്പം ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ CPMന് അടുത്തും ഭരണത്തിൽ വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഇങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടെ നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എപ്പോഴെല്ലാം ഇടതുപക്ഷം ഭരണത്തിൽ വരുന്നോ ആ സമയത്തൊക്കെ കടുത്ത നടപടികൾ ഈ മുസ്ലിം തീവ്ര ചിന്താഗതിയുള്ള നേതാക്കൾക്കെതിരെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ മദനിയെ അറസ്റ്റ് ചെയ്ത് കൊടുത്തത് EK നായനാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. മദനിയെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുവന്നു. അന്ന് മദനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അൻവാർശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, പോലീസ് ബന്ദോബസ്തും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തത് നയനാർ സർക്കാരാണ്. അതുപോലെ തന്നെ വീണ്ടും രണ്ടാമത് മദനി ജയിൽ മോചിതനായതിനു ശേഷം വീണ്ടും ഒരു അറസ്റ്റ് നടന്നു. ആ അറസ്റ്റ് നടന്ന, അതായത് നമ്മുടെ ബാംഗ്ലൂർ ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു. ആ അറസ്റ്റ് നടന്ന സമയത്തും മദനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് മദനിയെ അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂടോടെ പിടിച്ച് NIAക്ക് കൊടുത്ത് രാഖി രാമാനം നേരം വെളുക്കുന്നതിന് മുമ്പ്, കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി ഡൽഹിയിൽ എത്തിക്കാനുള്ള എല്ലാ അണിയറ ഒരുക്കങ്ങളും നടത്തിക്കൊടുത്ത്, അല്ലെങ്കിൽ അത് നടന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. അപ്പം മുസ്ലിം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഭരണമുള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു ബോധ്യം ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ വരുത്താനായിട്ട് CPMന് കഴിഞ്ഞു. അതൊരു പക്ഷേ CPMൻ്റെ രാഷ്ട്രീയ നേട്ടമായി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിണറായി സർക്കാരിന് ഒരു അവസരം കൂടി കിട്ടിക്കൂടായിക ഇല്ല എന്നുള്ളതും ഒരു സത്യമാണ്. വീണ്ടും മൂന്നാമത് പിണറായി സർക്കാർ തന്നെ വരുമെന്ന് പറയുമ്പോഴും നമുക്കിവിടെ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു കാരണമായിട്ട് പറയാം. കാരണം ഒരുപാട് അഴിമതികൾ പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു അഴിമതിക്കെതിരെ പോലും നമ്മുടെ ഇവിടെയുള്ള പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് ശക്തമായിട്ടുള്ള ഒരു പോയിന്റ് അവർക്ക് മുന്നിലോട്ടിട്ട് കൊടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും ഒരു മൂന്നാമത് പിണറായി സർക്കാർ വരുമെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമില്ലാത്തതൊരു കാരണമല്ലേ? പക്ഷേ ഈ അഭിപ്രായത്തോട് എനിക്ക് ചെറിയ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരും. അതായത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു ആൾക്കൂട്ടമാണ്.
അതൊരിക്കലും ഒരു സംഘടനാ സംവിധാനമോ അതിന് നിയതമായ ഒരു ചട്ടക്കൂടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല. അവർ ഈ നമ്മുടെ ഈ ഉത്സവ കമ്മിറ്റി വിളിച്ചു കൂട്ടുമ്പോൾ ഉത്സവ സമയമാകുമ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടുന്നു, കമ്മിറ്റി നടത്തുന്നു, അതിൽ നിന്നൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും തിരഞ്ഞെടുക്കുന്നു. ഇതേ ഒരു സംവിധാനമാണ് കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന ഈ ചക്കുളത്തി പോരാട്ടമൊന്നും കോൺഗ്രസ്സിനൊരു വിഷയമേ അല്ല. കേരളത്തിന് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം വാസ്തവത്തിൽ ഇവിടെ ഇല്ല. പ്രതിപക്ഷത്തിന് പകരം ഈ നടത്തുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഈ തിണ്ണമെടുക്കും എല്ലാം ഇവിടുത്തെ സാധാരണ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ പിണറായി സർക്കാർ മാറി ഒരു കോൺഗ്രസ് സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മേന്മ കൊണ്ടോ അവരുടെ പ്രതിപക്ഷത്തുള്ള അവരുടെ പ്രകടനം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഒരു സർക്കാർ വരുന്നത്. ഈ ഇടതുപക്ഷത്തിനെ ചുമന്ന് സഹികെട്ട ആൾക്കാർ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണ്. അല്ലാതെ കോൺഗ്രസിൻ്റെ മഹിമ കൊണ്ട് ഒരിക്കലും ഇവിടെ അങ്ങനെയുള്ള മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന നേതാക്കളൊന്നും നമുക്ക് കോൺഗ്രസ്സിനകത്ത് കാണാനില്ല. ആകപ്പാടെ ഉണ്ടായിരുന്നു നമുക്കൊരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അദ്ദേഹം മൺമറഞ്ഞു പോയി. അപ്പോൾ അതിനുശേഷം അങ്ങനെയുള്ളൊരു ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാക്കളൊന്നും ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇല്ല. ഇപ്പോൾ എല്ലാം നേരത്തെ ഗ്രൂപ്പിൻ്റെ പേരിലെങ്കിലും ആൾക്കാർ സംഘടിപ്പിക്കുമായിരുന്നു. ഇപ്പം ഗ്രൂപ്പിൻ്റെ പേരിൽ പോലും സംഘടിക്കാൻ ശക്തമായിട്ടുള്ള ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. പ്രതിപക്ഷത്തിൻ്റെ പണി ജനം ഏറ്റെടുത്തോളും, അത് ഉറപ്പാണ്. ഈ നിലവിലുള്ള പിണറായി സർക്കാർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പ്രതിഫലമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കോൺഗ്രസ്സിന് നേടിക്കൊടുത്തത്. ആ 19 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുമ്പോഴും എനിക്ക് പറയാനുള്ള അഭിപ്രായം കോൺഗ്രസ്സുകാരെല്ലാം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ നേതാക്കളെല്ലാം ഗാന്ധിയന്മാരും ആട്ടുംപാല് മാത്രം കുടിക്കുന്നവരും ആയതുകൊണ്ടല്ല അവർക്ക് ഈ 19 സീറ്റ് കിട്ടിയത്. മറിച്ച് CPMൻ്റെ ഭരണത്തിൽ സഹികെട്ട് അല്ലെങ്കിൽ പൊറുതിമുട്ടി ജനങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് CPM ഒരിക്കലും ധരിക്കുന്ന ഒരു മൂഢത്വമാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കണ്ടുകൊണ്ടല്ല ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അവർക്കറിയാം കൃത്യമായി സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കാൻ അവർക്കറിയാം. അതിൻ്റെ തിക്തഫലം നേരത്തെ CPM കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അനുഭവിച്ചതാണ്. ഇനിയെങ്കിലും CPM ഒരു തെറ്റ് തിരുത്താൻ അവർ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാമത് പിണറായി സർക്കാർ എന്നുള്ള അവരുടെ ആഗ്രഹം വെറും ജലരേഖയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.